അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നവംബർ 14 KKC QHLC വിഭാഗം സംഘടിപ്പിക്കുന്ന പരീക്ഷയുടെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള സൂറത്തുൽ മാഇദയിലെ 6-ാം വചനമാണ് ഇന്ന് നമ്മൾ വോയിസ് നോട്ടായി അയക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. اليوم أحل لكم الطيبات وطعام الذين أوتوا الكتاب حل لكم وطعامكم حل لهم والمحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم إذا آتيتموهن أجورهن محصنين غير مسافحين ولا متخذي أخدان ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين. ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇന്ന് നിങ്ങൾക്ക് നല്ല വിശിഷ്ടമായ വസ്തുക്കൾ പൊതുവെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ ഭക്ഷണവും നിങ്ങൾക്ക് അനുവദനീയമാകുന്നു. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാകുന്നു. കൂടാതെ സത്യവിശ്വാസിനികളിൽ നിന്നുള്ള ചാരിത്ര്യ ശുദ്ധകളായ സ്ത്രീകളും നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ചാരിത്ര്യ ശുദ്ധകളായ സ്ത്രീകളും അനുവദനീയമാകുന്നു. അവരുടെ പ്രതിഫലങ്ങൾ മഹറുകൾ നിങ്ങൾ അവർക്ക് കൊടുത്താൽ, അതെ, നിങ്ങൾ വിടന്മാരായല്ലാതെയും രഹസ്യവേഴ്ചക്കാരെ സ്വീകരിക്കുന്നവരല്ലാതെയും ചാരിത്രശുദ്ധരായി കൊണ്ടു കൊടുത്താൽ, ആരെങ്കിലും സത്യവിശ്വാസത്തെ അവിശ്വസിക്കുന്ന അഥവാ നിഷേധിക്കുന്ന പക്ഷം അവന്റെ കർമ്മം പൊളിഞ്ഞ് നിഷ്ഫലമായിപ്പോയി. അവൻ പരലോകത്തിലാകട്ടെ നഷ്ടക്കാരിൽപ്പെട്ടവനുമാകുന്നു. വിശദീകരണം ഇപ്രകാരമാണ്: ഇന്ന് നിങ്ങൾക്ക് വിശിഷ്ട വസ്തുക്കൾ അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് അതൊരു സ്ഥിരമായ പൊതുനിയമമാണെന്നും അതിൽ മാറ്റമൊന്നും വരാനില്ലെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. തുടർന്നുകൊണ്ട് വേദക്കാരുടെ, യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും ഭക്ഷണവും അനുവദനീയങ്ങളിൽ പെട്ടതാണെന്നറിയിക്കുന്നു. ഭക്ഷണം അഥവാ ത്വആം എന്ന വാക്കിൽ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടുമെങ്കിലും ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യം അവരാൽ അറുക്കപ്പെട്ട വസ്തുക്കളുടെ മാംസമാണെന്ന് സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാം. മാത്രമല്ല, ധാന്യവർഗ്ഗങ്ങൾ, ഫലവർഗ്ഗങ്ങൾ മുതലായ വസ്തുക്കൾ ആരുടേതായാലും ഭക്ഷിക്കുന്നതിന് വിരോധമില്ലെന്നുള്ളത് പരക്കെ സംശയരഹിതമായ കാര്യമാണ്. അതുകൊണ്ട് വേദക്കാരുടെ ഇതര ഭക്ഷ്യവസ്തുക്കളെപ്പോലെ തന്നെ അവർ അറുത്തതിന്റെ മാംസവും ഭക്ഷിക്കാമെന്നാണ്. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. വത്വആമുല്ലദീന ഊത്തുൽ കിതാബ ഹില്ലുൽ ലക്കും എന്ന് പറഞ്ഞതിന്റെ താൽപര്യമെന്നതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല. വേദക്കാർ അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം പറഞ്ഞിരിക്കണമെന്നുണ്ടോ? ഇല്ലേ? അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരുടെയെങ്കിലും നാമങ്ങൾ പറഞ്ഞ് അവർ അറുത്താലും ഭക്ഷിക്കാമോ ഇല്ലേ എന്നൊന്നും അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായമുണ്ട് താനും. അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ ഈസാ അലൈഹിസ്സലാം, ഉസൈർ അലൈഹിസ്സലാം മുതലായവരുടെ നാമത്തിൽ അവർ അറുത്താൽ അത് ഭക്ഷിക്കുവാൻ പാടില്ലെന്നാണ് ഇബ്നു ഉമർ, റബീഅ റളിയല്ലാഹു അൻഹുമ മുതലായവരുടെ അഭിപ്രായം. വേദക്കാരുടെ ഭക്ഷണം അനുവദനീയമാണെന്ന് പറഞ്ഞതിൽ ശവം, കള്ള്, പന്നിമാംസം എന്നിവയൊന്നും ഉൾപ്പെടുന്നില്ലെന്ന് തീർച്ചയാണ്. അതുപോലെ അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അറുത്തതും ഉൾപ്പെടുകയില്ലെന്നത്രേ ഈ അഭിപ്രായത്തിനുള്ള ന്യായം. അത്വാ, ഷഅബി റഹിമഹുമുള്ള മുതലായവരുടെ അഭിപ്രായത്തിൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ലെന്നാണ്. അവർ അറുത്തു തിന്നുന്ന ഭക്ഷണം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അറുക്കുമ്പോൾ അവർ ആരുടെ നാമങ്ങളാണ് പറയുക എന്ന് അള്ളാഹുവിനറിയാമല്ലോ. ഇതാണ് ഈ അഭിപ്രായത്തിനുള്ള ന്യായം. അറുക്കുമ്പോൾ അവർ അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിക്കുന്നത് കേട്ടാൽ ഭക്ഷിച്ചുകൂടാ, കേൾക്കാത്ത പക്ഷം വിരോധമില്ല എന്നത്രേ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. ആദ്യത്തെ അഭിപ്രായത്തിലാണ് കൂടുതൽ സൂക്ഷ്മത കാണുന്നത്. വല്ലാഹു തആല അഅലം. ഖുർആന്റെ വിധി സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്തവരാണ് വേദക്കാർ. എന്നിരിക്കെ നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം എന്താണ്? നിങ്ങൾ അറുത്തതിനെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് നിയമ തടസ്സമൊന്നുമില്ല എന്നാണ് ആ വാക്യത്തിന്റെ താൽപര്യമെന്ന് പലരും പറയുന്നു. നിങ്ങൾക്കും വേദക്കാർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ലെന്നാണ് ഉദ്ദേശ്യമെന്നും ചിലർ പറഞ്ഞു കാണുന്നു. നിങ്ങൾക്ക്
നിങ്ങളുടെ മതനിയമപ്രകാരം അനുവദിക്കപ്പെട്ട വസ്തുക്കൾ ഏതെങ്കിലും അവർ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തരുന്ന പക്ഷം അത് നിങ്ങൾക്ക് ഭക്ഷിക്കാം. അത് അവരുടെ നിയമപ്രകാരം അവർക്ക് വിരോധിക്കപ്പെട്ടതായിരുന്നാലും വിരോധമില്ല. അഥവാ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്നേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ എന്നാണ് അതിന്റെ താല്പര്യമെന്നും ചിലർ പറയുന്നു. അള്ളാഹുവിനറിയാം. ഏതായാലും മുസ്ലിങ്ങൾക്കും വേദക്കാർക്കുമിടയിൽ ഭക്ഷണകാര്യത്തിൽ അന്യോന്യം സഹകരിക്കാവുന്നതുപോലെ വിവാഹകാര്യത്തിൽ ഇരുഭാഗത്തു നിന്നും ഒരുപോലെ സഹകരണം അനുവദിക്കപ്പെട്ടിട്ടില്ല. അഥവാ വേദക്കാരായ സ്ത്രീകളെ മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് വിവാഹം ചെയ്തെടുക്കുവാനല്ലാതെ അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഭർത്താവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കേണ്ടവളാണല്ലോ ഭാര്യ. മുസ്ലിമിന് ജനിക്കുന്ന കുട്ടി നിയമപരമായി മുസ്ലിമായിരിക്കുകയും ചെയ്യും. ആ സ്ഥിതിക്ക് വേദക്കാരിയായ സ്ത്രീയെ മുസ്ലിം വിവാഹം ചെയ്യുന്നത് മൂലം മതരംഗത്തോ കുടുംബരംഗത്തോ വലിയ ദോഷമൊന്നും സംഭവിക്കുവാനില്ല. നേരെ മറിച്ച് മുസ്ലിം സ്ത്രീകളെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന നിമിത്തം നേരിടാവുന്ന ഭവിഷ്യത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതാണ് ഏകപക്ഷീയമായ ഈ അനുവാദത്തിന് കാരണം. സത്യവിശ്വാസിനികളായ സ്ത്രീകളും വേദക്കാരായ സ്ത്രീകളും എന്ന് പറയാതെ രണ്ട് കൂട്ടരിൽ നിന്നുമുള്ള മുഹ്സനാത്ത് ചാരിത്രശുദ്ധകളായ സ്ത്രീകൾ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആ വാക്കിന് പതിവ്രതകൾ, ചാരിത്ര്യം സംരക്ഷിക്കപ്പെട്ടവർ, ചാരിത്രശുദ്ധകൾ, വിവാഹിതർ, സ്വതന്ത്രകൾ എന്നൊക്കെ സന്ദർഭോചിതം അർത്ഥം വരാമെന്നും അതിനുള്ള കാരണം ഇന്നതാണെന്നും സൂറത്തുൻ നിസാ 24 വ്യാഖ്യാനത്തിൽ നാം മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശ്യം എന്താണെന്നുള്ളതിൽ 2-3 അഭിപ്രായങ്ങൾ കാണാമെങ്കിലും ദുർനടപടികളിലൊന്നും അകപ്പെടാതെ ചാരിത്രം സൂക്ഷിച്ചു പോരുന്ന സ്ത്രീകൾ എന്നുള്ളതാണെന്നാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. സത്യവിശ്വാസികളിൽപ്പെട്ടവരായിരുന്നാൽ തന്നെയും ദുർനടപ്പുകാരും വേശ്യാവൃത്തരുമായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് അനഭിലഷണീയമായ ഏർപ്പാടാണല്ലോ. ഇതിനെപ്പറ്റി സൂറത്ത് നൂർ 3-ാം വചനത്തിലും 26-ാം വചനത്തിലും വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. മുസ്ലിം ഭരണത്തിന് കീഴൊതുങ്ങിക്കഴിയുന്ന ദിമ്മികളായ വേദക്കാരിൽ നിന്നുള്ള സ്ത്രീകളെ മാത്രമേ വിവാഹം ചെയ്യുവാൻ പാടുള്ളൂവെന്നും മുസ്ലിങ്ങളുമായി സമരത്തിലും ശത്രുതയിലും കഴിഞ്ഞുകൂടുന്ന ഹർബികളായ വേദക്കാരിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചുകൂടാ എന്നുമാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. രണ്ടായാലും വിരോധമില്ലെന്നാണ് മറ്റൊരഭിപ്രായം. ഖുർആനിന്റെ വാചകത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നതും ഇതാണ്. ഈ വിഷയകമായി പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളും വിശദീകരണങ്ങളും നിലവിലുണ്ട്. അവയെപ്പറ്റി ഇവിടെ പ്രസ്താവിച്ച് ദീർഘിപ്പിക്കേണ്ടെന്ന ആവശ്യം കാണുന്നില്ല. കൂടുതൽ അറിയേണ്ടുന്നവർ യഥാസ്ഥാനങ്ങളെ ആശ്രയിക്കുക. മതവ്യത്യാസം നോക്കാതെയുള്ള മിശ്രവിവാഹം ഉത്ബുദ്ധതയുടെയും പുരോഗമനത്തിന്റെയും ലക്ഷണമായി പ്രചാരണം നടത്തപ്പെടുന്ന കാലമാണല്ലോ ഇത്. വേദക്കാരായ സ്ത്രീകളെ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്നുള്ള ഈ അനുവാദത്തെ പൊക്കിപ്പിടിച്ച് ഇസ്ലാം മതം മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സമർത്ഥിച്ചുകൊണ്ട് ചില മുസ്ലിം വേഷധാരികളും അതിന് ശിങ്കിടി പാടാതെയില്ല. വേദക്കാർ അവരുടെ വിശ്വാസാചാരങ്ങളിൽ വളരെയധികം മാറ്റത്തിരുത്തലുകൾ വരുത്തി പിഴച്ചുപോയിട്ടുണ്ടെങ്കിലും ദൈവികമായൊരു വേദഗ്രന്ഥത്തിന്റെയും ഒരു പ്രവാചകന്റെയും അനുയായികളായിട്ടാണ് അവർ നിലകൊള്ളുന്നത് എന്ന നിലയ്ക്കാണ് ഈ അനുവാദം അള്ളാഹു നൽകിയിരിക്കുന്നത്. വേദക്കാരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു മാർഗവുമാണത്. നേരെ മറിച്ച് ഇന്നത്തെ മിശ്രവിവാഹ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ക്രമേണ മതത്തിന്റെ ജീവനെ നശിപ്പിക്കലും വിശ്വാസികളെ മതത്തിൽ നകറ്റി നിർത്തലും അങ്ങനെ നിർമ്മിത നിരീശ്വര സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കലും ആണ്. ഈ വചനത്തിലെ അവസാന വാക്യത്തിന്റെ ആശയം മാത്രം ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ ഇസ്ലാമിന് ഈ മിശ്രവിവാഹവുമായുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. വിവാഹം നടത്തുമ്പോൾ ഭാര്യയ്ക്ക് മഹർ അഥവാ വിവാഹമൂല്യം നൽകേണ്ടതുണ്ടല്ലോ. വേദക്കാരായ സ്ത്രീകളെ വിവാഹം ചെയ്യുമ്പോഴും ഇത് നിർബന്ധമാണെന്ന്, ഇതാ ആതൈത്തുമൂഹുന്ന ഉജൂറഹുന്ന, അവർക്ക് അവരുടെ പ്രതിഫലം നിങ്ങൾ കൊടുത്താൽ എന്ന വാക്കിൽ നിന്ന് വ്യക്തമാണ്. വേദക്കാരികളെ വിവാഹം ചെയ്യുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ചാരിത്രശുദ്ധി പാലിക്കുന്നവരായിരിക്കണം. വ്യഭിചാരത്തിലും ദുർവൃത്തിയിലും താൽപ്പര്യമുള്ളവരാവരുത്. കാമുകികളെയും കൃത്രിമ ഭാര്യമാരെയും സ്വീകരിക്കുന്നവരാവരുത്. അഥവാ അവരെ വിവാഹം ചെയ്യുവാൻ പ്രേരിതരാകുന്നത് ഇത്തരം ദുർവികാരങ്ങൾ മൂലമായിരിക്കരുത് എന്നും അള്ളാഹു ഉണർത്തിയിരിക്കുന്നു. ഈ വാക്കുകളും അവയുടെ അർത്ഥോദ്ദേശ്യങ്ങളും സൂറത്ത് നിസാ 25-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇവിടെയും ഓർക്കുക. അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യുമ്പോൾ ആ സ്ത്രീകളെപ്പറ്റി ഇതൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്കാണ് അവിടെ ആ വാക്കുകൾ അള്ളാഹു പറഞ്ഞതെങ്കിൽ വേദക്കാരായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന പുരുഷന്മാരെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഈ വ്യത്യാസം പ്രത്യേകം ഗൗനിക്കേണ്ടതാകുന്നു. അള്ളാഹു ഈ വചനം അവസാനിപ്പിക്കുന്നത് സത്യവിശ്വാസത്തെ വല്ലവനും നിരാകരിക്കുന്ന പക്ഷം അവന്റെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകുമെന്നും അവൻ പരലോകത്ത് തീരാ നഷ്ടക്കാരനായി തീരുമെന്നും താക്കീത് ചെയ്തുകൊണ്ടാണ്. ഇത് ഒരു പൊതു തത്വമാണെങ്കിലും വേദക്കാരുടെ ഭക്ഷണം അവർ അറുത്തത് ഉപയോഗിക്കുന്നതിനോടും
അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിനോടും ഈ തത്വത്തിന് പ്രത്യേക ബന്ധമുള്ളതുകൊണ്ടാണ് ഇവിടെ അത് ഉണർത്തുവാൻ കാരണം. ഈ അനുവാദങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നതും അതിൽ അതിരുകവിയൽ വന്നുപോകുന്നതും അവിശ്വാസത്തിലേക്ക് നയിച്ചേക്കും. അങ്ങനെ സത്യവിശ്വാസത്തിന് ഭംഗം നേരിട്ട് സത്യനിഷേധിയാകുവാൻ കാരണമാകും. അവസാനം ഇസ്ലാമിൽ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി തീരുകയും പരലോക ഗുണം നിശേഷം നഷ്ടപ്പെടുകയും ചെയ്യും എന്നൊക്കെയുള്ള താക്കീതാണ് ഈ ആയത്തുകളിലും നിർദ്ദേശങ്ങളിലും അടങ്ങിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. ഏഴാമത്തെ ആയത്ത് ഒരൽപ്പം ദൈർഘ്യമുള്ള ആയത്ത് കൂടിയാണ്. ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ അഥവാ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുകൾ വരെ കൈകളും കഴുകുവീൻ. നിങ്ങളുടെ തലകളെ തടവുകയും ചെയ്യുവീൻ. 2 നെരിയാണികൾ വരെ നിങ്ങളുടെ കാലുകൾ കഴുകുവീൻ. നിങ്ങൾ ജനാപത്തുകാർ അഥവാ വലിയ അശുദ്ധി ബാധിച്ചവർ ആയിരുന്നാൽ കുളിച്ച് ശുദ്ധിയാവുകയും ചെയ്യുവീൻ. നിങ്ങൾ രോഗികളോ അല്ലെങ്കിൽ ഒരു യാത്രയിലോ ആയിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുവൻ മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സ്പർശനം നടത്തുകയോ ചെയ്തു, എന്നിട്ട് നിങ്ങൾ വെള്ളം കിട്ടിയില്ല എങ്കിൽ അപ്പോൾ നിങ്ങൾ നല്ല ശുദ്ധമായ ഭൂമുഖത്തെ അഥവാ മണ്ണിനെ കരുതിക്കൊള്ളുവീൻ. എന്നിട്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും അതിനാൽ തടവിക്കൊള്ളുവീൻ. നിങ്ങളുടെ മേൽ ഒരു വിഷമവും ഏർപ്പെടുത്തുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നിങ്ങളെ ശുദ്ധിയാക്കുവാനും അവന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർണ്ണമാക്കുവാനും അവൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ നന്ദി ചെയ്തേക്കാമല്ലോ, അഥവാ നന്ദി ചെയ്യുവാൻ വേണ്ടിയാകുന്നു. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അല്പം ദൈർഘ്യമേറിയ ഒരു വിശദീകരണമാണ് ആയത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. നമസ്കാര കർമ്മത്തിന്റെ രൂപത്തെപ്പറ്റിയോ അതിലെ പ്രധാന ഘടകങ്ങളായ റുക്കൂ, സുജൂദ് മുതലായവ എങ്ങനെയെല്ലാം ആയിരിക്കണമെന്നോ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അവയെല്ലാം നബിയുടെ വചനങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നുമാണ് അറിയപ്പെട്ടിരിക്കുന്നത്. കേവലം ശാഖോപശാഖകളായ അല്പം ചില വിശദാംശങ്ങളിലല്ലാതെ അതിന്റെ അനുഷ്ഠാന രൂപങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളില്ലതാനും. അൽഹംദുലില്ലാ, എന്നാൽ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടുന്ന ശുദ്ധികർമ്മത്തെ വുളൂഇനെയും തയമ്മുമിനെയും സംബന്ധിച്ച് അള്ളാഹു വിശദമായി തന്നെ വിവരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാമിൽ ശുദ്ധീകരണത്തിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനവും നമസ്കാരത്തിൽ വുളൂഇനും തയമ്മുമിനുമുള്ള സ്ഥാനവും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമസ്കാരത്തിന് ശ്രമിക്കുമ്പോൾ വുളൂ ചെയ്യുവാൻ കൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഓരോ നമസ്കാരത്തിനും പ്രത്യേകം വുളൂ എടുത്തേ തീരൂ എന്നോ നമസ്കാരത്തിന് കുറച്ചു മുമ്പ് ചെയ്തിരുന്ന വുളൂ കൊണ്ട് മതിയാക്കിക്കൂടാ എന്നോ ഉദ്ദേശ്യമില്ല. ഒരു വുളൂ എടുത്തു കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് അഥവാ നിഷ്ഫലമായി പോകാത്തപ്പോഴെല്ലാം അതുകൊണ്ട് മതിയാക്കി നമസ്കരിക്കാവുന്നതാണെന്നും ഒരു വുളൂ കൊണ്ട് ഒന്നിലധികം നമസ്കാരം നിർവഹിക്കുന്നതിന് വിരോധമില്ലെന്നും, എന്നാലും അതോടുകൂടി ഓരോ നമസ്കാരത്തിനും
പ്രത്യേകം പ്രത്യേകം വുളു പുതുക്കുന്നത് നല്ലതാണെന്നും നബിചര്യയിൽ നിന്ന് അറിയപ്പെട്ടിട്ടുള്ളതാണ്. വുളുവിന്റെ ഘടകങ്ങൾ അഥവാ അർക്കാൻ എന്ന നിലയ്ക്ക് മുഖം കഴുകുക, മുട്ടുവരെ കൈകൾ കഴുകുക, തല തടവുക, നെരിയാണി വരെ കാൽ കഴുകുക, ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു പ്രസ്താവിച്ചത്. തുടക്കത്തിൽ മുൻകൈ രണ്ടും കഴുകുക, വായയും മൂക്കും ശുദ്ധിയാക്കുക, ചെവികൾ തടവുക, എല്ലാം 3 പ്രാവശ്യമാക്കുക മുതലായവ വുളുവിൽ അംഗീകരിക്കപ്പെടേണ്ടുന്ന മര്യാദകളും അതിന്റെ പ്രാവർത്തിക രൂപവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കഴുകപ്പെടേണ്ടുന്ന അവയവങ്ങളായ മുഖത്തെയും കൈകളെയും കുറിച്ച് പറഞ്ഞതോടൊപ്പം കാൽ കഴുകുന്നതിനെപ്പറ്റി പ്രസ്താവിക്കാതെ ഇടയ്ക്ക് വച്ച് തല തടവുകയും വേണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഓരോന്നും അള്ളാഹു വിവരിച്ച അതേ വഴിക്രമത്തിൽ തന്നെ നിർവഹിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കാം. നബിചര്യയും അതാണ് കാട്ടിത്തരുന്നത്. തലയുടെ എത്ര ഭാഗം തടവണമെന്ന് ആയത്തിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് മുഴുവൻ ഭാഗവും തടവൽ നിർബന്ധമാണെന്നും കുറച്ചു ഭാഗം തടവിയാൽ മതിയാകുമെന്നും പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. മുഴുവൻ തടവുകയാണ് നല്ലതെന്നുള്ളതിൽ പക്ഷാന്തരമില്ലതാനും. വിശദ വിവരങ്ങൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ആശ്രയിക്കുന്നതാണ് ഉചിതം. വഇൻ കുന്തും മർള, നിങ്ങൾ രോഗികളായിരുന്നാൽ എന്ന് തുടങ്ങി തയമ്മുമിനെ സംബന്ധിച്ച് വിവരണം അവസാനിക്കുന്നതുവരെയുള്ള വാക്യങ്ങളും അവയെക്കുറിച്ചുള്ള അത്യാവശ്യ വിവരണങ്ങളും സൂറത്ത് നിസാ 43 മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ പ്രത്യേകം ഒന്നും പ്രസ്താവിക്കുന്നില്ല. കുളിക്കേണ്ടുന്ന കാരണങ്ങൾ നേരിടുമ്പോൾ അതിന് സാധിക്കാത്ത പക്ഷം കുളിക്ക് പകരം അനുഷ്ഠിക്കേണ്ടുന്ന കാര്യമെന്ന നിലയ്ക്കായിരുന്നു അവിടെ തയമ്മുമിനെപ്പറ്റി വിവരിച്ചത്. വുളുഇന് സൗകര്യപ്പെടാത്ത പക്ഷം അതിന് പകരം സ്വീകരിക്കേണ്ടുന്ന പ്രതിവിധി എന്ന നിലയ്ക്കാണ് തയമ്മുമിനെപ്പറ്റി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. കുളിക്ക് പകരമുള്ള തയമ്മുമും വുളുഇന് പകരമുള്ള തയമ്മുമും സ്വഭാവത്തിൽ വ്യത്യാസമില്ലെന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാണ്. തുടർന്നുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ ഉണർത്തുന്നു. നിങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടാക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ലെന്നും നിങ്ങളെ ശുദ്ധിയാക്കുവാനും നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹം പൂർണ്ണമാക്കി തരുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നും. സൂറത്തുൽ ഹജ്ജ് 78 വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ മതശാസനകളിൽ അള്ളാഹു മനുഷ്യർക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ കഴിവും സൗകര്യവും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ നിയമങ്ങളും നിയമിച്ചിരിക്കുന്നത്. നമസ്കാരവേളയിൽ വുളു ചെയ്യണമെന്നും അതിന് സാധിക്കാതെ വരുമ്പോൾ തയമ്മും ചെയ്താൽ മതിയെന്നും കൽപ്പിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഈ വിഷയം അള്ളാഹു ഉണർത്തുന്നത്. അപ്പോൾ വുളുഉം തയമ്മും നിയമിച്ചതുകൊണ്ടുദ്ദേശ്യം നിങ്ങളെ വിഷമിപ്പിക്കുകയല്ല, നിങ്ങളെ ശുദ്ധിയുള്ളവരും അനുഗ്രഹീതരുമാക്കുകയാണ് എന്നായിരിക്കും പ്രധാനമായും ഇവിടെ ഉദ്ദേശ്യം. കേവലം ശാരീരികവും ബാഹ്യവുമായ മാലിന്യങ്ങളിൽ നിന്നുള്ള ശുദ്ധി മാത്രമല്ല വുളുഉം തയമ്മും കൊണ്ടുദ്ദേശ്യം, ആത്മീയവും മാനസികവുമായ ശുദ്ധിയും കൂടിയാണ്. വുളുഇൽ ഓരോ അവയവം കഴുകുന്തോറും ആ അവയവം കൊണ്ട് ചെയ്ത തെറ്റുകൾ നീങ്ങിപ്പോകുന്നതാണെന്നും മറ്റും പ്രവാചകൻ അരുളി ചെയ്തിട്ടുള്ളത് പ്രസ്താവ്യമാണ്. വുളു കഴിഞ്ഞ ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ, അല്ലാഹുവേ എന്നെ നീ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, എന്നെ ശുദ്ധിയായവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നബി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും സ്മരണീയമാകുന്നു. മണ്ണ് കൊണ്ട് തയമ്മും ചെയ്യുന്നത് ശരീരത്തിലെ ചില രോഗബീജങ്ങൾ നശിപ്പിക്കുവാൻ സഹായകമാണെന്നും മറ്റും വൈദ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കാണുന്നു. ഇതും ബാഹ്യമായ ഒരു ശുദ്ധീകരണമാണല്ലോ. അതില്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുവാനും അവന്റെ അനുഗ്രഹം സിദ്ധിക്കുവാനും കാരണമാണെന്ന് പറയേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ വുളു, കുളി, തയമ്മും എന്നിവയൊക്കെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ പ്രദാനം ചെയ്യുന്നു. അവ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതിന് നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതുണ്ട്. അതാണ് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിച്ചേക്കാം എന്ന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. ഈ വാക്യത്തിന് നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി എന്നും അർത്ഥം വരാം. രണ്ടായാലും ഒരേ സാരത്തിൽ തന്നെ കലാശിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസ് നോട്ടിലൂടെ നമുക്ക് 8-9 ആയത്തുകളുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. 8-ാം വചനമാണിത്. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെയും അവൻ നിങ്ങളോട് ഉറപ്പുവാങ്ങിയിട്ടുള്ള അവന്റെ ഉറപ്പിനെയും നിങ്ങൾ ഓർക്കുവിൻ.
ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ വാങ്ങിയ ആ ഉറപ്പ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. തീർച്ചയായും അള്ളാഹു നെഞ്ചുകളിലുള്ളതിനെക്കുറിച്ച് അറിയുന്നവനാകുന്നു. വിശദീകരണം ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന വാക്കിൽ നിഅമത്തുള്ള എന്ന വാക്കിൽ അള്ളാഹു മനുഷ്യർക്ക് ചെയ്ത കണക്കറ്റ അനുഗ്രഹങ്ങൾ ഉൾപ്പെടുമെങ്കിലും സന്മാർഗത്തിലേക്കുള്ള മാർഗദർശനമാണ് ഇവിടെ മുഖ്യമായും ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാം. നിങ്ങളോട് അവൻ ഉറപ്പ് മേടിച്ചിട്ടുള്ള അവന്റെ ഉറപ്പ് കൊണ്ടുദ്ദേശ്യം ബുദ്ധിപരമോ പ്രവാചകന്മാർ വഴിയോ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ മനുഷ്യനുള്ള ബാധ്യതയാണ് എന്ന് ചിലരും. സൂറത്ത് ആറാഫ് 172 കാണാവുന്ന പ്രകാരം ആദം അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളോട് ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹു വാങ്ങിയ കരാറാണ് ഉദ്ദേശ്യമെന്നും വേറെ ചിലരും പ്രസ്താവിച്ചിരിക്കുന്നു. തങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം തങ്ങൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് സത്യവിശ്വാസികൾ പല സന്ദർഭങ്ങളിലും നബിയോട് പ്രതിജ്ഞ ചെയ്യലും വാക്കുകൊടുക്കലും ഉണ്ടായിട്ടുണ്ട്. ഇതാണിവിടെ ഉദ്ദേശ്യമെന്നത്രേ പല വ്യാഖ്യാതാക്കളും പറയുന്നത്. ഖുർആനിന്റെ വാക്കുകളോട് കൂടുതൽ യോജിച്ച് കാണുന്നതും ഇതാണ്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മഹുമുള്ള രേഖപ്പെടുത്തിയ ഒരു പ്രസിദ്ധ ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുമുണ്ട്. എളുപ്പത്തിലും ഞെരുക്കത്തിലും സന്തോഷത്തിലും വെറുപ്പിലും എല്ലാം തന്നെ കേൾക്കുവാനും അനുസരിക്കുവാനും ഞങ്ങൾ റസൂൽ തിരുമേനിയോട് ബൈഅത്ത് ചെയ്തിരിക്കുന്നു, പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന്. ആയത്ത് 9. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി ഉറച്ച് നിലകൊള്ളുന്നവരായിരിക്കുവിൻ. നീതിമുറയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായും കൊണ്ട് ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾ നീതി പാലിക്കാതിരിക്കുവാൻ നിങ്ങളെ നിശ്ചയമായും പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി പാലിക്കണം. അത് നിങ്ങൾ ഭയഭക്തിയോടുകൂടി കൂടുതൽ അടുപ്പമുള്ളതത്രേ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശദീകരണം ഇപ്രകാരമാണ്. നീതിമുറയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം സൂറത്ത് നിസായിലെ 135 വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കുവാൻ പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞത് പൊതുവായ ഒരു പ്രധാന തത്വമാകുന്നു. ഒരു കൂട്ടരോട് വല്ല കാരണത്താലും ഈർഷ്യതയും വെറുപ്പുമുണ്ടെങ്കിൽ അവരോടതിന്റെ പേരിൽ അനീതിയും അക്രമവും പ്രവർത്തിക്കുവാൻ പാടില്ലെന്നും നീതിയും മര്യാദയും പാലിക്കുന്നതിന് ഒരിക്കലും അത് തടസ്സമാകരുതെന്നുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ഈ കൽപ്പന ജനങ്ങൾ ശരിക്കും പാലിക്കുന്ന പക്ഷം ലോകത്ത് സമാധാനാന്തരീക്ഷം നിലനിൽക്കുവാൻ പോലും അത് ഉതകുന്നതാണെന്ന് കാണാവുന്നതാണ്. മിക്ക കൽപ്പനകളും വിവരിച്ച ശേഷം അതിനെ തുടർന്ന് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ വത്തഖുല്ലാ എന്ന് അള്ളാഹു ആവർത്തിച്ചുണർത്താറുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ അളീം. ആയത്ത് നമ്പർ 10. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്ന്. ആയത്ത് 11. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. അവിശ്വസിക്കുകയും നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കുകയും ചെയ്തവരാവട്ടെ അക്കൂട്ടർക്ക് ജ്വലിക്കുന്ന അഗ്നിയുടെ ആളുകളാകുന്നു അവർ. 12.
يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതായത്, ഒരു ജനത നിങ്ങളുടെ നേരെ അവരുടെ കൈകൾ നീട്ടുവാൻ കരുതിയപ്പോൾ എന്നിട്ട് നിങ്ങളിൽ നിന്നും അവരുടെ കൈകളെ അവൻ തട്ടി നീക്കി. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ സത്യവിശ്വാസികൾ. വിശദീകരണം ഇപ്രകാരമാണ്. ഈ വചനത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം നിഅമത്തുള്ള എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സംഭവത്തെ സൂചിപ്പിച്ചതാണെന്നും അല്ലെന്നും രണ്ടഭിപ്രായമുണ്ട്. സത്യവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ പരിപാടിയിട്ട് കഴിവതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഇപ്പോൾ അവരുടെ അക്രമങ്ങളും പരിപാടികളും പരാജയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് അല്ലാഹു വിജയവും പ്രതാപവും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മഹത്തായ പൊതു അനുഗ്രഹമാണ് ഇവിടെ ഉദ്ദേശ്യമെന്നത്രേ രണ്ടാമത്തെ അഭിപ്രായക്കാരുടെ പക്ഷം. ഒരു പ്രത്യേക സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന ഒന്നാമത്തെ അഭിപ്രായക്കാർ ഒന്നിലധികം സംഭവങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു കാണാം. ചിലർ അവയിൽ ചിലതിന് മുൻഗണനയും നൽകുന്നു. സംഭവങ്ങൾ ഇവയാണ്. 1. അസ്ഫാൻ യുദ്ധത്തിൽ നബിയും സ്വഹാബികളും ളുഹർ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു. ഇത് കണ്ട ശത്രുക്കൾ അടുത്ത നമസ്കാരത്തിൽ ആ തക്കം നോക്കി മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുവാൻ പരിപാടിയിട്ടു. പക്ഷേ യുദ്ധത്തിൽ ഭയപ്പാടിന്റെ നമസ്കാരം നടത്തുവാനുള്ള കൽപ്പന മൂലം സത്യവിശ്വാസികളെ അല്ലാഹു രക്ഷിക്കുകയും അവരുടെ കുതന്ത്രം പരാജയപ്പെടുത്തുകയും ചെയ്തു. 2. ഒരു യുദ്ധയാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. സ്വഹാബികൾ ഓരോ ജോലിയിൽ വ്യാപൃതരുമായിരുന്നു. മുഹാരിബ് ഗോത്രക്കാരനായ ഒരാൾ ഈ തക്കം നോക്കി വന്ന് നബിയുടെ വാളെടുത്തു. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മുഹമ്മദെ, ഇപ്പോൾ നിന്നെ ആർ രക്ഷിക്കും എന്ന് ചോദിച്ചു. തിരുമേനി ഉത്തരം പറഞ്ഞു, അല്ലാഹു. അവൻ സ്തംഭിച്ചുപോയി. വാൾ കയ്യിൽ നിന്ന് വീണു. തിരുമേനി വാളെടുത്ത് അതേ ചോദ്യം അവനോട് ചോദിച്ചു. ആരുമില്ല, രക്ഷിക്കണേ എന്നായിരുന്നു അവന്റെ മറുപടി. തിരുമേനി അവന്റെ നേരെ നടപടിയൊന്നും എടുക്കാതെ അവന് മാപ്പ് നൽകി വിട്ടയക്കുകയാണ് ചെയ്തത്. 3. ഒരിക്കൽ നബിയെയും സ്വഹാബികളെയും യഹൂദികൾ ഒരു വിരുന്നിന് ക്ഷണിച്ചു. ഭക്ഷണത്തിൽ വിഷം കലർത്തിയവരെ കൊലപ്പെടുത്തുവാനായിരുന്നു പരിപാടി. അല്ലാഹു നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെപ്പറ്റി വഹി മുഖേന അറിവ് കൊടുത്തു. അങ്ങനെ തിരുമേനിയും സ്വഹാബികളും അതിൽ പങ്കെടുക്കുകയുണ്ടായില്ല. 4. യഹൂദഗോത്രമായ ബനു നദീറിന്റെ അടുക്കൽ കുറച്ച് പണം കടം ചോദിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. കൊടുക്കാമെന്ന് സമ്മതിച്ച ശേഷം ഒരു ചുമരിന് താഴെയായി നബിക്കിരിക്കുവാൻ അവർ സ്ഥലം ഏർപ്പാട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുമ്പോൾ മാളിക മുകളിൽ നിന്ന് ഒരു ആസുകല്ലെടുത്ത് തിരുമേനിയുടെ തലയ്ക്ക് മീതെയിട്ട് തിരുമേനിയുടെ കഥ കഴിക്കുവാൻ അവർ ഒരാളെ ചട്ടം കെട്ടുകയും ചെയ്തു. ഈ ഗൂഢരഹസ്യം അല്ലാഹു നബിക്ക് അറിയിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളും സ്ഥലം വിട്ടുപോന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ 4 സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ പൊതുവെയോ ആയിരിക്കാം ഇവിടെ ഉദ്ദേശ്യം. അല്ലാഹു സത്യവിശ്വാസികൾക്ക് ചെയ്തു കൊടുത്ത വമ്പിച്ച അനുഗ്രഹങ്ങളാണിവയെല്ലാം എന്ന് പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ 8-ാം വചനത്തിലും അതിനുശേഷവുമായി അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയും അവനോട് ചെയ്ത കരാറുകളെയും ഓർമ്മിക്കണമെന്നും നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണമെന്നും മറ്റും അല്ലാഹു സത്യവിശ്വാസികളെ ഉപദേശിച്ചുവല്ലോ. തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ വേദക്കാരും അല്ലാഹുവിനോട് ചില കരാറുകൾ ചെയ്തിരുന്നുവെന്നും അവർ അതൊക്കെ ലംഘിച്ചു ദുർമാർഗത്തിൽ മുഴുകുകയാണ് ചെയ്തതെന്നും അങ്ങനെ അവർ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമായി തീർന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. അവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ അവരെപ്പോലെ ആകുവാൻ ഇടവരാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണിത്. മുസ്ലിം സമുദായത്തിന് അല്ലാഹു തൗഫീഖും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. وَلَقَدْ أَخَذَ اللَّهُ مِيثَاقَ بَنِي إِسْرَائِيلَ
إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. അർത്ഥം, ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് അഥവാ കരാർ അള്ളാഹു വാങ്ങുകയുണ്ടായി. അവരിൽ നിന്ന് 12 നായകന്മാരെ നാം അഥവാ അള്ളാഹു നിയോഗിക്കുകയും ചെയ്തു. അള്ളാഹു അവരോട് പറയുകയും ചെയ്തു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും എൻ്റെ റസൂലുകളിൽ വിശ്വസിക്കുകയും അവരെ സഹായിച്ച് ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തിന്മകളെ നിങ്ങൾക്ക് ഞാൻ മൂടി മറച്ച് മാപ്പാക്കുകയും അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ശരിയായ മാർഗം പിഴച്ചുപോയിരിക്കുന്നു. ആയത്ത് 14. فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم فاعف عنهم واصفح إن الله يحب المحسنين. അർത്ഥം ഇങ്ങനെയാണ്, എന്നിട്ട് അവർ തങ്ങളുടെ ഉറപ്പ് വല്ലാതെ ലംഘിച്ചത് നിമിത്തം നാം അവരെ ശപിച്ചു. അവരുടെ ഹൃദയങ്ങളെ നാം കടുത്തതാക്കുകയും ചെയ്തു. വാക്കുകളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും അവർ മാറ്റം വരുത്തുന്നു. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്നും ഒരു വലിയ ഭാഗം അവർ മറന്നുകളയുകയും ചെയ്തു. അവരിൽ അല്പം ആളുകളൊഴികെ ഉണ്ടാകുന്ന ചതിയെ നീ നോക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്തുകൊള്ളുക. തീർച്ചയായും അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. വ്യാഖ്യാനം ഇപ്രകാരമാണ്: ഇസ്രായേല്യരോട് അള്ളാഹു വാങ്ങിയ കരാർ എന്തായിരുന്നുവെന്ന് ഏറെക്കുറെ ഈ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. 3, 187, 4, 154 മുതലായ സ്ഥലങ്ങളിലും അത് സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. സൂറത്ത് അറാഫ് 160 കാണുന്നത് പോലെ ഇസ്രായേൽ സമൂഹം 12 ഗോത്രങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു. 12 ഗോത്രങ്ങളുടെ പേരുകളും മൂസാ നബി അലൈഹിസ്സലാമിക്ക് ശേഷം ഫലസ്തീനിൽ അവർ കുടിയേറി പാർത്തിരുന്ന സ്ഥലങ്ങളും മറ്റും 1-ാം വാള്യത്തിൽ 5-ാം നമ്പർ ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന മാനി മൗലവി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇസ്രായേൽ എന്നുകൂടി പേരുണ്ടായിരുന്ന യാക്കോബ് നബി അലൈഹിസ്സലാമയുടെ 12 മക്കളുടെ പിന്തുടർച്ചക്കാരായിരുന്നു പ്രസ്തുത ഗോത്രങ്ങൾ. ഈ ഓരോ ഗോത്രത്തിന്റെയും നേതാക്കളായി നിശ്ചയിക്കപ്പെട്ടിരുന്ന തലവന്മാരെ പറ്റിയാണ് 12 നായകന്മാർ എന്ന് പറഞ്ഞത്. നാം നിയോഗിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ തലവന്മാരുടെ നിയോഗം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമായിരുന്നുവെന്നും അവരെ നിയോഗിച്ചതിനോട് ചേർത്തിക്കൊണ്ട് ഈ കരാറിനെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് അവർ മുഖാന്തരമാണ് ഇസ്രായേല്യരുടെ കരാർ നടന്നതെന്നും മനസ്സിലാകുന്നു. ബൈബിളിന്റെ പ്രസ്താവനകളിൽ നിന്നും അങ്ങനെ തന്നെ മനസ്സിലാകുന്നുണ്ട്. വല്ലാഹു ആലം. മൂസാ നബി അലൈഹിസ്സലാമും ഇസ്രായേല്യരും ചെങ്കടൽ കടന്നു പോന്ന ശേഷം
സീനാ താഴ്വരയിൽ താമസിച്ചിരുന്ന കാലത്ത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന കൻആൻ ഫലസ്തീൻ പ്രദേശത്തെ ശത്രുക്കളെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തി വിവരം സമർപ്പിക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവരുടെ 12 ഗോത്രത്തിൽ നിന്നുമായി 12 നേതാക്കളെ മൂസാ നബി അലൈഹിസ്സലാം അയച്ചിരുന്നു. ഈ സംഭവത്തെപ്പറ്റി അല്പം ആയത്തുകൾക്ക് ശേഷം താഴെ വിവരിക്കുന്നുമുണ്ട്. ഈ 12 പേരാണ് ഇവിടെ പ്രസ്താവിച്ച 12 നായകന്മാരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ ഇബ്നു ജരീർ ത്വബരി റഹ്മഹുല്ലാ തുടങ്ങിയ പല വ്യാഖ്യാതാക്കളും പറഞ്ഞു കാണുന്നത്. ഈ 12 നേതാക്കളുടെ പേരുകൾ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നീട് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, തൗറാത്തിലെ 4-ാം പുസ്തകത്തിൽ, ബൈബിളിലെ സംഖ്യാപുസ്തകത്തിൽ ഞാൻ ഇവരുടെ പേരുകൾ കാണുകയുണ്ടായി. അത് ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ്. തുടർന്നുകൊണ്ട് താൻ കണ്ട ആ പേരുകൾ അദ്ദേഹം ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രസ്തുത സംഖ്യാപുസ്തകം ഇന്നത്തെ ബൈബിളിൽ പരിശോധിച്ചാൽ ഇബ്നു ഇസ്ഹാഖ് റഹ്മഹുല്ലാ പറഞ്ഞ പേരുകളും അതിലുള്ളതാണെന്നും പക്ഷേ രണ്ടും രണ്ടവസരങ്ങളിൽ അവരിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന നേതാക്കളായിരുന്നുവെന്നും മനസ്സിലാകുന്നു. ഓരോ സ്ഥലങ്ങളിൽ അവരവർ കണ്ടത് അവരവർ ഉദ്ധരിച്ചതായിരിക്കാം, അള്ളാഹുവിനറിയാം. ബൈബിളിന്റെ പ്രതികൾ ഇന്നുള്ള പോലെ തന്നെയായിരുന്നു അന്നുള്ളതെന്നും എല്ലാ ഭാഷയിലുമുള്ള എല്ലാ പ്രതികളും ഒരുപോലെയായിരുന്നുവെന്നും നിശ്ചയിക്കുവാൻ വയ്യതാനും. തങ്ങൾ ശരിക്കും പാലിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ട് പിന്നെയും ആ കരാർ ലംഘിച്ച് തോന്നിയവാസത്തിൽ മുഴുകിയതിന്റെ ഫലമായി അള്ളാഹു അവരെ ശപിച്ചു കളഞ്ഞു. അതെ, അവന്റെ കാരുണ്യം അവർക്ക് നഷ്ടപ്പെടുകയും കോപത്തിനവർ പാത്രമായി തീരുകയും ചെയ്തു. മേലിലെങ്കിലും നന്നായിത്തീരുവാൻ മാർഗമില്ലാത്ത വണ്ണം അവരുടെ ഹൃദയങ്ങൾ കടുത്തു ദുഷിക്കുകയുമുണ്ടായി. അങ്ങനെ മതശാസനകളും വേദവാക്യങ്ങളും ഹിതത്തിനൊത്ത് മാറ്റിമറിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും അവരുടെ പതിവായി. പലതും അനുഷ്ഠാന രംഗത്തു നിന്നും സ്മൃതിപഥത്തിൽ നിന്നും നീങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ അവരുടെ ഭാവിയെപ്പറ്റിയെങ്കിലും ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വകയില്ലാതായിരിക്കുന്നു. ഇത്രയും ചൂണ്ടിക്കാട്ടിയ ശേഷം അള്ളാഹു പറയുന്നു, വലാ തസാലു തത്വലിഉ അലാ ഖായിനത്തിൻ മിൻഹും, അവരിൽ നിന്നുണ്ടാകുന്ന ചതിയെ നീ നോക്കി മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. വിശ്വാസവഞ്ചനയും ചതിപ്രയോഗങ്ങളും യഹൂദികളുടെ സ്വഭാവമാണല്ലോ. തക്കം കിട്ടുമ്പോഴെല്ലാം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പിൻകുഴി തോണ്ടുന്നതിൽ അവർ ഒരിക്കലും വീഴ്ച വരുത്താറില്ല. വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകുന്നുള്ളൂ. അവരെപ്പറ്റിയാണ് ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ എന്ന് പറഞ്ഞത്. യഹൂദികളിൽ നിന്ന് ഇസ്ലാമിനെ അംഗീകരിക്കുവാൻ മുമ്പോട്ട് വന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പോലെയുള്ളവരായിരിക്കും ഇവർ. ഇങ്ങനെയൊക്കെയാണ് യഹൂദികളുടെ സ്ഥിതിഗതികൾ. എന്നാലും അവരോട് മാപ്പിന്റെയും വിട്ടുവീഴ്ചയുടെയും നയം സ്വീകരിക്കണമെന്നും അത് സുഹൃതവാന്മാരുടെ സ്വഭാവമാണെന്നും അള്ളാഹു സുഹൃതവാന്മാരുടെ പക്ഷത്താണുള്ളത്, അവർക്കായിരിക്കും അവന്റെ സഹായവും അനുഗ്രഹവും ലഭിക്കുക എന്നുമൊക്കെ അവസാനം അള്ളാഹു നബിക്ക് ഉപദേശം നൽകുന്നു. ഇങ്ങോട്ട് അക്രമങ്ങളും ചതിപ്രയോഗങ്ങളും നടത്തുന്നവരോട് അങ്ങോട്ടും അതേപോലെ ചെയ്യുവാൻ അവകാശമുണ്ടെങ്കിലും അതിനൊരുമ്പെടാതെ വിട്ടുവീഴ്ച ചെയ്യലും അവഗണിച്ച് മാപ്പ് നൽകലുമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ സ്വഭാവമെന്നും അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ സഹായവും സ്നേഹവും ലഭിക്കുകയെന്നും അള്ളാഹു പലപ്പോഴും ഉപദേശിക്കാറുള്ളതാണല്ലോ. അതാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് കാണിച്ചു കൊടുത്ത മാതൃകയും. വമിനല്ലദീന ഖാലൂ ഇന്നാ നസ്വാറാ അഖ്ദ്നാ മീസാഖഹും إنا نصارى أخذنا ميثاقهم فنسوا حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة وسوف ينبئهم الله بما كانوا يصنعون. 15-ാം വചനത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഞങ്ങൾ നസ്രാണികളാണെന്ന് പറയുന്നവരിൽ അഥവാ ക്രിസ്ത്യാനികൾ നിന്നും തന്നെ നാം അവരുടെ ഉറപ്പ് വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു വലിയ ഭാഗം അവർ മറന്നുകളഞ്ഞു. അങ്ങനെ അവർക്കിടയിൽ ഖിയാമത്ത് നാൾ വരേക്കും നാം ശത്രുതയും വിദ്വേഷവും ഇളക്കി വിട്ടു. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി വഴിയെ അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വിശദീകരണം ഇങ്ങനെയാണ്: യഹൂദികളിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളിൽ നിന്നും തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊള്ളാമെന്ന് അള്ളാഹു കരാർ വാങ്ങിക്കുകയുണ്ടായിട്ടുണ്ടെന്നും
അവരും ആ കരാർ വേണ്ട പോലെ പാലിച്ചില്ലെന്നും അതിൻ ഫലമായി അവർക്കിടയിൽ കാലാവസാനം വരെ നീണ്ടുനിൽക്കുന്ന ശത്രുതയും വിദ്വേഷവും ഉണ്ടായിത്തീർന്നുവെന്നും അവരുടെ പ്രവർത്തനങ്ങളുടെ ശരിയായ പ്രതിഫലം അവർ വഴിയെ അനുഭവിക്കാനിരിക്കുന്നുവെന്നുമാണ് ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നാൽ യഹൂദരുടെ അത്ര തന്നെ ധിക്കാരവും അക്രമവും ക്രിസ്ത്യാനികളിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഈ വചനത്തിൽ നിന്നും മറ്റും മനസ്സിലാക്കാവുന്നതുമാണ്. യഹൂദികളെക്കുറിച്ച് ആക്ഷേപിക്കാറുള്ള അത്ര ശക്തിയായ ഭാഷയിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് ഖുർആനിൽ ആക്ഷേപിച്ച് കാണാനില്ലാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. യഹൂദികളുടെ കരാറിനെക്കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ ഇസ്രായേൽ സന്തതികളുടെ കരാർ എന്നാണ്, മീസാഖ ബനി ഇസ്രായേൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്. യഹൂദികളെ ഉദ്ദേശിച്ച് ഇസ്രായേല്യർ ഇസ്രായേൽ സന്തതികൾ എന്ന് മുമ്പേ പറയപ്പെടാറുള്ളതുമാണ്. ക്രിസ്ത്യാനികളെപ്പറ്റി സാധാരണയായി നസ്രാണികൾ എന്നാണ് പറയപ്പെടാറെങ്കിലും ഇവിടെയും താഴെ 85-ാം വചനത്തിലും അള്ളാഹു ഉപയോഗിച്ച വാക്ക് ഞങ്ങൾ നസ്രാണികളാണെന്ന് പറയുന്നവർ അല്ലദീന ഖാലൂ ഇന്നാ നസ്വാറ എന്നാകുന്നു. ഈ പേർ അവർ സ്വയം സ്വീകരിച്ച പേരാണെന്നും ആ പേരിൽ അവർ അഭിമാനം കൊള്ളുന്നുണ്ടെന്നുമുള്ള ഒരു സൂചന ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നതായി കാണാം. ഈ പേരിന്റെ ഉത്ഭവത്തെപ്പറ്റി 2 അഭിപ്രായങ്ങൾ പറയപ്പെടുന്നു. ഈസാ നബി അലൈഹിസ്സലാം വളർന്നു വന്ന രാജ്യമായ നസ്രത്തിനോടും, നസ്രത്ത് എന്ന് പറയുന്ന ഫലസ്തീനിലെ ഗലീലിയ തടാകത്തിന്റെ ഏതാണ്ട് തെക്കുവശം ഏകദേശം 14 നാഴിക ദൂരെയാണ് നസറത്ത് അഥവാ നാസിരിയ എന്ന പട്ടണം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോ ഈസാ നബി അലൈഹിസ്സലാം വളർന്നു വന്ന രാജ്യമായ നസ്രത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടായ പേരാണ് ഇത് എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കളും പൊതുവെ ക്രിസ്ത്യാനികളും പറഞ്ഞു വരുന്നുണ്ട്. ഈ പേർ വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ തങ്ങൾക്ക് സ്വയം തൃപ്തിപ്പെട്ട പേരായിരിക്കുവാൻ ന്യായമില്ല. കാരണം അവരുടെ ശത്രുക്കൾ അവരെ നിന്ദിച്ചുകൊണ്ട് ചിലപ്പോൾ ഗലീലക്കാർ എന്നും ചിലപ്പോൾ നസ്രായ മതക്കാർ എന്നും പറയാറുണ്ടായിരുന്നതായി ബൈബിളിൽ കാണാം. ലൂക്കോസ് 13-ാം അധ്യായം 3-ാം വചനത്തിലും അപ്പോസ്തല പ്രവർത്തികൾ 24-ാം അധ്യായം 5-ാം വചനത്തിലുമൊക്കെ ഇത് കാണാം. അതോടുകൂടി നസറേത്ത് എന്ന ദേശത്തിന് മുൻകാലത്ത് ഒരു വിശേഷതയും ഉണ്ടായിരുന്നില്ലെന്നും പിൽക്കാലത്തു മാത്രം ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പുണ്യയാത്ര പോകാൻ തുടങ്ങിയതാണെന്നും വേദപുസ്തക നിഘണ്ടുവും പറയുന്നു. എന്നിരിക്കെ നസറേത്തുമായി ബന്ധപ്പെട്ടവരെന്ന അർത്ഥത്തിൽ ഈ പേർ ക്രിസ്ത്യാനികൾ സ്വയം സ്വീകരിച്ചതോ അവർ തങ്ങൾക്ക് തൃപ്തിപ്പെട്ടതോ ആവാൻ തരമില്ല. കവിഞ്ഞ പക്ഷം ക്രമേണ ആ പേരിൽ അവർ അറിയപ്പെട്ടുവെന്ന് വെക്കുവാനേ തരമുള്ളൂ. 2-ാമത്തെ അഭിപ്രായം ഇതാണ്. ഹവാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈസാ നബി അലൈഹിസ്സലാമയുടെ ശിഷ്യഗണത്തോട് മൻ അൻസ്വാരി ഇലല്ല, അള്ളാഹുവിങ്കലേക്ക് എൻ്റെ സഹായികൾ ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചതായും നഹ്നു അൻസ്വാറുല്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള സഹായികളാണ് എന്ന് അവർ മറുപടി പറഞ്ഞതായും അള്ളാഹു 3-ാം അധ്യായം 52-ാം വചനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി സഹായം എന്ന അർത്ഥത്തിലുള്ള നുസ്രത്ത് എന്ന വാക്കിൽ നിന്നാണ് നസ്രാണികൾ എന്ന പേർ ഉത്ഭവിച്ചത്. ഈ അഭിപ്രായമാണ് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത്. ഇതനുസരിച്ച് ഈ പേർ അള്ളാഹുവിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ ക്രിസ്ത്യാനികൾ സ്വയം സ്വീകരിച്ചതും തൃപ്തിപ്പെട്ടതുമായിരിക്കുവാൻ ന്യായമുണ്ട്. ക്രിസ്ത്യാനികളെപ്പറ്റി നസ്വാറാക്കൾ എന്നല്ലാതെ ക്രിസ്ത്യാനികൾ എന്ന് നേർക്ക് നേരെ അർത്ഥമായ മസീഹിയൂൻ എന്നോ മറ്റോ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. വാസ്തവത്തിൽ ഈ പേരും തന്നെ ക്രിസ്ത്യാനികൾ തങ്ങൾക്ക് ആദ്യം സ്വീകരിച്ചു വന്നതല്ല. ആദ്യകാല ക്രിസ്ത്യാനികൾ തങ്ങളെപ്പറ്റി ശിഷ്യന്മാർ, സഹോദരന്മാർ, വിശുദ്ധന്മാർ, വിശ്വാസികൾ എന്നൊക്കെയായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ അന്താക്കിയയിലെ ജനങ്ങളാണ് പരിഹാസ രൂപത്തിൽ അവരെപ്പറ്റി ഈ പേർ ഉപയോഗിച്ചത്. എങ്കിലും മസീഹ് എന്ന ക്രിസ്തുവിന്റെ, ഈസാ നബി അലൈഹിസ്സലാമയുടെ നാമത്തോട് ബന്ധപ്പെട്ട പേരാണ് അതെന്ന നിലയ്ക്ക് ആ പേർ തങ്ങൾക്ക് യുക്തമാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ക്രിസ്താബ്ദം 150 ശേഷം ക്രമേണ ആ പേർ പ്രസിദ്ധമായി തീർന്നു. അഭിഷേകം ചെയ്യപ്പെട്ട ആൾ എന്നാണ് മസീഹ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതേ അർത്ഥത്തിൽ ഹീബ്രു ഭാഷയിൽ
മസീഹ എന്നും യവന ഗ്രീക്ക് ഭാഷയിൽ ക്രൈസ്റ്റ് എന്നും പറയപ്പെടുന്നു. യവന വാക്കിൽ നിന്നാണ് ഈ പേർ പ്രചരിച്ചിട്ടുള്ളത് എന്ന് ഇത് അടിക്കുറിപ്പായി അമാനി മൗലവി റഹ്മഹുല്ല കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കുന്ന ഒരു സമുദായം എന്ന് അഭിമാനം അപ്പോൾ അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കുന്ന ഒരു സമുദായം എന്ന അഭിമാനം കൊള്ളുകയും അതേ സമയത്ത് അതിനു നിരക്കാത്തതായ മാർഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നൊരു സൂചന കൂടി അള്ളാഹുവിന്റെ ആ പ്രയോഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതായി കാണാം. വല്ലാഹു തആല ആലം. ക്രിസ്ത്യാനികൾ അവരുടെ കരാർ പാലിക്കാതെ അവർ ഉത്ബോധനം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ വലിയൊരു ഭാഗം വിസ്മരിച്ചു കളഞ്ഞുവെന്നും അത് നിമിത്തം ഖിയാമത്ത് നാൾ വരേക്കും അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും അള്ളാഹു ഉളവാക്കിയിരിക്കുന്നുവെന്നും അള്ളാഹു പറഞ്ഞുവല്ലോ. വാസ്തവത്തിൽ ക്രിസ്ത്യാനികളെപ്പോലെ അത്രയധികം ഭിന്നിപ്പും ശത്രുതയും നിലവിലുള്ള ഒരു മതക്കാരെ വേറെ ലോകത്ത് കാണുകയില്ല. അള്ളാഹുവിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും സംബന്ധിച്ച പരസ്പര വിരുദ്ധമായ സിദ്ധാന്തങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ 100 കണക്കിൽ കക്ഷികൾ ക്രിസ്ത്യാനികളിലുണ്ട്. പ്രധാന കക്ഷികൾക്കെല്ലാം തന്നെ പള്ളിയും സഭയും മതാധ്യക്ഷന്മാരും വേറെ വേറെയാണ്. കക്ഷികൾ തമ്മിൽ വിവാഹം കഴിക്കുകയോ ആരാധനകളിൽ പങ്കുചേരുകയോ ഇല്ല. ഓരോ കക്ഷിയും മറ്റവരെ അവിശ്വാസികളായി കണക്കാക്കുന്നു. മതപരവും അല്ലാത്തതുമായ കാരണങ്ങളാൽ എത്രയോ രക്തച്ചൊരിച്ചിലുകളും സംഘട്ടനങ്ങളും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായ ചില നീക്കുപോക്കുകൾ ഉണ്ടാകാറുള്ളതെന്നല്ലാതെ കാലാനുസൃതമായ ചില നീണ്ടുപോക്കുകൾ അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ഉണ്ടാകാറുള്ളതല്ലാതെ കക്ഷികൾ തമ്മിലുള്ള അകൽച്ചയ്ക്കും ഭിന്നതയ്ക്കും ഒരു മാറ്റവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ അവകാശവും ഇല്ല. ഇനി ക്രിസ്ത്യാനികളും യഹൂദികളും തമ്മിലുള്ള അവസ്ഥയാവട്ടെ ഇതിനേക്കാൾ കഠിനവും ശക്തവുമാണ്. മുൻകാലം തൊട്ട് ഇന്നുവരെയും അവർ തമ്മിൽ കഠിന ശത്രുക്കൾ തന്നെയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകപ്പെടുകയും മതസിദ്ധാന്തങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് ചിലപ്പോഴെല്ലാം മുസ്ലിങ്ങൾക്കെതിരിൽ അവർ യോജിച്ചു പോയേക്കുമെങ്കിലും ഇരു കൂട്ടരുടെയും ഹൃദയങ്ങൾ പരസ്പരം ശത്രുത നിറഞ്ഞതായി തന്നെ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോടുള്ളതിനേക്കാൾ വെറുപ്പും വിദ്വേഷവുമാണ് ക്രിസ്ത്യാനികൾക്ക് യഹൂദികൾക്ക് ഉള്ളത്. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്നും നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരുന്നതിൽ പലതും നിങ്ങൾക്ക് വിവരിച്ചു തന്നുകൊണ്ട് നമ്മുടെ റസൂൽ നിങ്ങളിലിതാ വന്നിട്ടുണ്ട്. പലതിനെയും വിവരിക്കാതെ അദ്ദേഹം മാപ്പ് നൽകി വിട്ടുതരികയും ചെയ്യുന്നു. ആയത്ത് 17. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കൊരു പ്രകാശവും സ്പഷ്ടമായ ഒരു വേദഗ്രന്ഥവും വന്നിട്ടുണ്ട്. ആയത്ത് 18. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇذനിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. തന്റെ പ്രീതിയെ പിൻപറ്റിയവരെ അതുമൂലം അള്ളാഹു സമാധാനത്തിന്റെ മാർഗങ്ങളിൽ ചേർക്കുന്നതാണ്. അവന്റെ അനുമതി പ്രകാരം അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ്. നേരായ ഒരു പാതയിലേക്ക് അവരെ അവൻ നയിക്കുകയും ചെയ്യും. വിശദീകരണം ഇപ്രകാരമാണ്. ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാതെ വേദഗ്രന്ഥത്തിലെ പല സത്യങ്ങളും വേദക്കാർ ഒളിച്ചുവെച്ചിരുന്നു. പണ്ഡിതന്മാർക്കിടയിലുള്ള രഹസ്യങ്ങളായി മാത്രം അവശേഷിച്ചിരുന്നു. അങ്ങനെയുള്ള പല രഹസ്യ സത്യങ്ങളും ഖുർആൻ വഴിയും വഹ്യ് മൂലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കാട്ടിയിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള തെളിവാണ്.
വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് മുൻപരിചയമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അള്ളാഹുവിങ്കൽ നിന്ന് അറിവ് കിട്ടിയതല്ലാതെ അവിടുത്തേക്കതിന് സാധ്യമല്ലല്ലോ. എന്നാൽ വേദക്കാർ ഒളിച്ചുവെച്ചു വന്നിരുന്ന കാര്യങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കാട്ടുകയുണ്ടായില്ല. ആവശ്യവും സന്ദർഭവും അനുസരിച്ച് മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ. മറ്റുള്ളവയെക്കുറിച്ച് മൗനം അവലംബിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിദ്ധിച്ച ഒരു ദാക്ഷിണ്യം കൂടിയാണ്. പ്രകാശവും സ്പഷ്ടവുമായ വേദഗ്രന്ഥവും എന്ന് പറഞ്ഞത് ഖുർആനെയും അതുമൂലം ലഭിക്കുന്ന വിജ്ഞാന വെളിച്ചത്തെയും ഉദ്ദേശിച്ചാണ്. അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റുന്നത് അവന്റെ പ്രീതിയുടെ ഏകമാർഗമായ ഇസ്ലാമിക മാർഗത്തെ പിൻപറ്റുന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ആയത്ത് 19. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം ഖുൽ ഫമൻ യംലികു മിനല്ലാഹി ശൈഅൻ ഇൻ അറാദ അൻ യുഹ്ലികൽ മസീഹ ഇബ്ന മറിയം വഉമ്മഹു വമൻ ഫിൽ അർളി ജമീഅ വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ യഖ്ലുഖു മാ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അർത്ഥമിങ്ങനെയാണ്: അല്ലാഹു തന്നെയാണ് മറിയമിന്റെ മകൻ മസീഹ് എന്ന് പറയുന്നവൻ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. നബിയെ പറയുക, എന്നാൽ അല്ലാഹുവിങ്കൽ നിന്ന് വല്ല കാര്യത്തെയും ആരാണ് സ്വാധീനമാക്കി തടുക്കുക? മറിയമിന്റെ മകൻ മസീഹിനെയും അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഭൂമിയിലുള്ളവരെ മുഴുവനും നശിപ്പിക്കുവാൻ അവൻ ഉദ്ദേശിച്ചുവെങ്കിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിന്റെയും രാജാധിപത്യം അള്ളാഹുവിനത്രേ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. വിശദീകരണം ഇപ്രകാരമാണ്: ഈസാ അലൈഹിസ്സലാം ദൈവം തന്നെയാണ്, ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് എന്നും ത്രയദൈവങ്ങളിൽ ഒന്നാണ് അദ്ദേഹം എന്നുമൊക്കെയാണ് ക്രിസ്ത്യാനികളുടെ വാദങ്ങൾ. ഇതിൽ ആദ്യത്തെ വാദക്കാരെ പറ്റിയാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. മറ്റവരെപ്പറ്റി 76-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാതാവായ മറിയമിനെയും എന്നുവേണ്ട ഭൂമിയിലുള്ളവരെ മുഴുവനും തന്നെ നശിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആരെയെങ്കിലും ഏതെങ്കിലും വിധേന തടയുവാനോ രക്ഷപ്പെടുത്തുവാനോ കഴിവും സ്വാധീനവുമുള്ള ഒരാൾ പോലുമില്ല. അഖിലാണ്ട വസ്തുക്കളും അവന്റെ ഉടമസ്ഥതയിലും അധികാരത്തിലും ചൊൽപ്പടിക്കും നിലകൊള്ളുന്നവയാണ്. അവൻ ഉദ്ദേശിക്കുന്നത് എന്തും തന്നെ അവൻ സൃഷ്ടിക്കും. ആർക്കും അതിൽ പങ്കൊന്നുമില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ പിതാവില്ലാതെ സൃഷ്ടിച്ചതും അവൻ തന്നെയാണ്. അവന്റെ കഴിവിൽപ്പെടാത്ത ഒരു കാര്യവും ഇല്ല. ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും തന്നെ മറ്റെല്ലാവരെയും പോലെ ഈസാ നബി അലൈഹിസ്സലാമും അല്ലെങ്കിൽ ഈസാ നബിയും അള്ളാഹുവിന്റെ സൃഷ്ടിയും ഉടമയിലുമാണെന്നും അദ്ദേഹം ദൈവമായിരിക്കുവാൻ നിവൃത്തിയില്ലെന്നും അള്ളാഹുവിന്റെ രക്ഷയല്ലാതെ അദ്ദേഹത്തിനും രക്ഷയില്ലെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ സ്ഥാപിക്കുന്നു. ഖാലത്തിൽ യഹൂദു വന്നസ്വാറാ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു ഖുൽ ഫലിമ യുഅذിബുകും ബിദുനൂബികും ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ യഗ്ഫിറു ലിമൻ യശാഉ വയുഅذിബു മൻ യശാഉ വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വഇലൈഹിൽ മസീർ. അർത്ഥമിങ്ങനെയാണ്: യഹൂദികളും നസ്രാണികളും പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന്റെ ഇഷ്ടക്കാരുമാകുന്നു എന്ന്. നീ പറയുക, എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ അവൻ ശിക്ഷിക്കുന്നത്? പക്ഷെ അവൻ സൃഷ്ടിച്ചവരിൽപ്പെട്ട മനുഷ്യരത്രേ നിങ്ങൾ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും.
അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രാജാധിപത്യം അള്ളാഹുവിനത്രേ. അവനിലേക്ക് തന്നെയാണ് തിരിച്ചുവരവും. വിശദീകരണം: തങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും ഇഷ്ടക്കാരുമാണ്, അഥവാ വിജയവും രക്ഷയും ഞങ്ങളുടെ ജന്മാവകാശമാണ്, ഞങ്ങൾ പാപം ചെയ്താലും അവൻ ഞങ്ങൾക്ക് പുറത്തു തരും എന്നിങ്ങനെയുള്ള വേദക്കാരുടെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്. നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നു. അല്പം ദിവസങ്ങളിൽ നിങ്ങൾക്ക് നരകശിക്ഷയുണ്ടായേക്കാമെന്ന് നിങ്ങളും സമ്മതിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 80-ാം വചനം. ഈ ലോകത്ത് വെച്ച് പല ശിക്ഷകൾക്കും പരീക്ഷണങ്ങൾക്കും നിങ്ങൾ പാത്രമായിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. പക്ഷേ വാസ്തവം അതൊന്നുമല്ല. എല്ലാവരെപ്പോലെയുള്ള മനുഷ്യ സൃഷ്ടികൾ തന്നെയാണ് നിങ്ങളും. എല്ലാവരെയും പോലെ നിങ്ങളും അവൻ്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരെ പോലെ നിങ്ങളുടെ മേലും അവൻ രക്ഷാശിക്ഷകളുടെ നടപടി എടുക്കുക തന്നെ ചെയ്യും. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളും ഉടമയിലുമാകുന്നു. നിങ്ങൾക്കായി ഒരു പ്രത്യേക സ്ഥാനമോ നടപടിക്രമമോ ഇല്ല എന്നാണ് മറുപടിയുടെ സാരം. ഈസ അലൈഹിസ്സലാമിനെ പറ്റി ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ മകൻ എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിലല്ല തങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് അവർ പറയുന്നത്. ഇസ്രായേല്യരുടെ വംശപിതാവായ യാക്കോബ് അലൈഹിസ്സലാമിനെ കുറിച്ച് എൻ്റെ പുത്രൻ എന്ന് തങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്തതികളായ തങ്ങൾ അള്ളാഹുവിൻ്റെ പൗത്രന്മാരാണെന്നുമാണ് അവർ പറയുന്നത്. ശാരീരികമായ മക്കൾ എന്ന അർത്ഥത്തിലല്ല, ആത്മീയമായ മക്കൾ എന്ന അർത്ഥത്തിലാണ് തങ്ങൾ ഇത് പറയുന്നത് എന്ന് അവർ ഇതിന് ന്യായീകരണവും നൽകും. അതോടുകൂടി ആ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നും അവർ വാദിക്കും. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചോ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചോ തൗറാത്തിലോ ഇഞ്ചീലിലോ പുത്രൻ എന്നുള്ള സംബോധനയോ വിശേഷണമോ യഥാർത്ഥത്തിൽ ഉണ്ടെന്നു വന്നാൽ തന്നെയും അതൊരു അലങ്കാരാർത്ഥത്തിലല്ലാതെ സാക്ഷാലർത്ഥത്തിൽ അല്ലെന്ന് തീർച്ചയാണ്. നിലവിലുള്ള ബൈബിളിൽ തന്നെയും ഇതിന് പല ഉദാഹരണങ്ങളും നിലവിലുണ്ട്. ഒന്ന് മാത്രം ഇവിടെ ഉദ്ധരിക്കാം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വേദപുസ്തകം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-9 വചനങ്ങളാണ് ഇത്. 21-ാം വചനം ഇങ്ങനെയാണ്: യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും അലാ ഫത്രത്തിൻ മിനർ റുസുലി അൻ തഖൂലൂ മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ ഫഖദ് ജാഅകും ബശീറുൻ വനദീർ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വേദക്കാരെ, റസൂലുകളിൽ നിന്നുമുള്ള ഒരു വിടവ് ഘട്ടത്തിൽ നിങ്ങൾക്ക് കാര്യം വിവരിച്ചു തന്നുകൊണ്ട് നമ്മുടെ റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനാകട്ടെ താക്കീത് നൽകുന്നവനാകട്ടെ ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുമെന്നതിനാൽ അങ്ങനെ പറയാതിരിക്കുവാൻ വേണ്ടിയാണത്. എന്നാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും നിങ്ങൾക്കിതാ വന്നു കഴിഞ്ഞു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു. വിശദീകരണം: അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുപോലെ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേല്യരിൽ വളരെയധികം നബിമാരും റസൂലുകളും കഴിഞ്ഞുപോയിട്ടുണ്ട്. പലപ്പോഴും ഒരേ കാലത്ത് തന്നെ ഒന്നിലധികം പ്രവാചകന്മാർ അവരിൽ ഉണ്ടായിരുന്നു. ഈസാ നബിക്ക് ശേഷം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയല്ലാതെ മറ്റൊരു റസൂലും ഉണ്ടായിട്ടില്ല. റസൂലുകളിൽ നിന്നുള്ള ഒരു വിടവ് കാലത്ത് ഫത്രത്തിൽ നമ്മുടെ റസൂൽ വന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ കാലഘട്ടം ഏതാണ്ട് 600 കൊല്ലമായിരുന്നു. നിങ്ങൾക്ക് വേദഗ്രന്ഥവും പ്രവാചകന്മാരുടെ വിജ്ഞാന പാരമ്പര്യവും ഉണ്ടായിട്ടും നിങ്ങൾ പിഴച്ചുപോയിരിക്കുകയാണ്.
എന്നാലും ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും താക്കീതുകളും നൽകുവാൻ ഒരു റസൂലും വരാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിഴച്ചുപോയത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കുവാൻ ഇടയുണ്ട്. അതിനവസരം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇതാ നിങ്ങളിലേക്ക് നമ്മുടെ റസൂൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളെ പിൻപറ്റി നടക്കുകയേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ള കഴിവുകൾക്കൊന്നും ഇനി പഴുതില്ല എന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ താൽപര്യം. റസൂലുകളുടെ പ്രബോധനത്തിന്റെ 2 പ്രധാന വശങ്ങളാണല്ലോ സന്മാർഗം സ്വീകരിക്കുന്നവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കലും ദുർമാർഗം സ്വീകരിക്കുന്നവർക്ക് അവന്റെ ശിക്ഷകളെക്കുറിച്ച് താക്കീത് നൽകലും. അതാണ് പ്രവാചകന്മാരെ പറ്റി ബഷീർ സന്തോഷവാർത്ത അറിയിക്കുന്നവർ എന്നും നദീർ മുന്നറിയിപ്പ് അല്ലെങ്കിൽ താക്കീത് നൽകുന്നവൻ എന്നും ഖുർആനിൽ പലപ്പോഴും പറഞ്ഞു കാണുവാൻ കാരണം.